ഹായ്, ഐ ആം ഡോക്ടർ റീമ പത്മകുമാർ. ഇന്നൊരു പുതിയ ഹെയർ സ്റ്റൈലാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. കൂടാതെ ക്രിസ്ത്യൻ ബ്രൈഡലായിട്ട് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഗൗൺ ഇടുന്ന ബ്രൈഡ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈലിന് തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതുമാണ്. അതിൽ റോൾസ് ഇളക്കി ഇടുമ്പോഴത്തേക്കും ഒരു ലൂപ്പിംഗ് കേൾസ് പോലെ ഉണ്ടാക്കാനും കഴിയുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കുറച്ച് ഹമ്പ് കൊടുത്ത് കുറച്ച് ഹൈറ്റ് കൊടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ക്രൗൺ സെക്ഷൻ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് കൊടുക്കാം. മുടി എപ്പോഴും ഇങ്ങനെ ട്യൂസ് ചെയ്ത് വെക്കുമ്പോൾ മുടി ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു തൽക്കാലം ഒരു ബം ഫിറ്റ് വെച്ച് ഹൈറ്റ് കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് എത്ര ഹൈറ്റ് കൂട്ടണമെങ്കിലും അതിന് രീതിയിലുള്ള കറക്റ്റുള്ള ബം ഫിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബം ഫിറ്റ് വെക്കുന്നത്. ഇത് ഏറ്റവും സ്മോൾ സൈസാണ്. ഇതൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് വളരെ സ്മോൾ സൈസാണ് വെക്കുന്നത്. ഏത് പൊസിഷനിൽ സൈഡ് പോർഷനിൽ ബം ഫിറ്റ് വയ്ക്കാം, മിഡിലിൽ വെക്കാം. ഇപ്പം എല്ലാം ഒരു പുതിയ ട്രെൻഡാണിത്. കുറേശ്ശെ മുടി ആഡ് ഓൺ ചെയ്യുക. ചെറിയൊരു പീസ് എങ്ങനെയെങ്കിലും ഒരു ചെറിയ കേൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പോർഷൻ ഹെയർ ഇവിടെ ലീവ് ഓൺ ചെയ്യുക. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. പോർഷൻ കുറേശ്ശെ മുടി വീണ്ടും ആഡ് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ഫ്രണ്ടിലേക്കുള്ള മുടിയെ കുറച്ച് കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ
ഫ്രണ്ട് പോർഷൻ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെയാണ് അടുത്ത് ചെയ്യുന്നത്. ഒരു പോണി ടെയിൽ കെട്ടുക. ഒരു മിഡിൽ പോണി മതിയാവും. ഇനി ഒരു മിഡിൽ പോണി കെട്ടിയ ശേഷം ഒരു ഹെയർ ബഡ് ഫിക്സ് ചെയ്യുക. ടോപ്പിലായിട്ട് ഒരു ഹെയർ ബഡ്. ഏത് പൊസിഷനിലും ആക്കാം. റൗണ്ട് ആക്കണമെങ്കിൽ റൗണ്ട് ആവും. ഈ ഷേപ്പാക്കാം. ഓരോ ഷേപ്പാക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് കുറച്ച് റൗണ്ടാണ്. റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് യൂപ്പിൻ വയ്ക്കുക. യൂപ്പിൻ വെച്ച് ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ റൗണ്ട് ഷേപ്പിന് ഒരു ബൺ വെച്ചു. ഇനി അതിന് ശേഷം ബൺ കവർ ചെയ്തുകൊണ്ട് കുറച്ച് ഹെയർ, ഇപ്പോൾ സ്റ്റെപ്പ് കട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത്, നമുക്ക് മാക്സിമം കവർ ചെയ്ത് ചെയ്യാം. ഇവിടെ വെച്ച് വീണ്ടും സ്ലൈഡ് കൊടുക്കും. ബൺ കവർ ചെയ്ത് ഹെയർ ഫിക്സ് ചെയ്യുക. ഇതൊരു ഷേപ്പായി. ഇങ്ങനെ ഫിക്സ്. ഹെയർ കട്ടിങ് ചെയ്ത ഹെയറിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. കുറച്ച് ഹെയർ ഇങ്ങനെ വിട്ടേക്കുക. അതിനുശേഷം നേരത്തെ ഹാഫ് പോർഷൻ എടുത്ത് അതിന് ബാലൻസ് ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളിങ്ങനെ 2 റോൾസ് ഉണ്ടാക്കി. ഇവിടെ ഹാഫ് പോർഷൻ മുടി വിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്ത ശേഷം ഇനി ചെറിയ ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഡെക്കറേഷൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ചെറിയ പേൾസ് വെച്ച് ചെയ്യാം. ഇത് ലെഹങ്ക പോലുള്ള ഡ്രസ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹെയർ സ്റ്റൈലാണ്. ലെയർ കട്ട് ചെയ്താലും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്.